ആരെയും കുറ്റപ്പെടുത്താനില്ല. ആ അമ്മയെ ഒന്ന് കാണണം. ആ അമ്മയെ അറിയാതെ മരിക്കുക വയ്യ. I'm now a mother, and for me, like, if you have to leave your child, I think it's one of the hardest things, like how she's doing now. And yes. തന്നെ ഉപേക്ഷിച്ചു പോയ പെറ്റമ്മയെ തേടി ഒരു മകൾ 42 വർഷം മുമ്പ് എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് ക്യാമ്പസിലുണ്ടായിരുന്ന അനാഥാലയത്തിലെത്തിയ പെൺകുഞ്ഞിനെ ദത്തെടുത്തത് ബെൽജിയം ദമ്പതികളായിരുന്നു. പെറ്റമ്മയെയും തന്റെ കുടുംബ വേരുകളും കണ്ടെത്തണമെന്ന ആഗ്രഹത്തിൽ വർഷങ്ങൾക്കിപ്പുറം കൊച്ചിയിൽ തിരിച്ചെത്തി താമസം ഉറപ്പിക്കുകയാണ് ബെൽജിയംകാരി നിഷ. 1983 ഡിസംബർ 31 സെന്റ് തെരേസാസ് കോളേജ് ക്യാമ്പസിൽ അക്കാലത്തുണ്ടായിരുന്ന മൻസിൽ എന്ന അനാഥാലയത്തിൽ നിന്ന് 1 വയസ്സ് പിന്നിട്ട പെൺകുഞ്ഞിനെ യാത്രയാക്കുകയാണ് സിസ്റ്റർ തെരേസറ്റയും സിസ്റ്റർ ബ്രിജിറ്റും. 6 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കിട്ടിയ കുഞ്ഞിന് നിഷ എന്നവർ പേര് നൽകിയിരുന്നു. ബെൽജിയൻ ദമ്പതികളായ മാർട്ടീനിയും എറിക്കും അവൾക്ക് അമ്മയും അച്ഛനുമായി. അവരിൽ നിന്നാണ് പിൽക്കാലത്ത് എവിടെയോ ജീവിച്ചിരിപ്പുണ്ടായേക്കാവുന്ന തന്റെ പെറ്റമ്മയെയും കൊച്ചിയിലെ അനാഥാലയത്തെയും കുറിച്ച് നിഷ അറിഞ്ഞതും. പക്ഷേ താൻ ഒരു അമ്മയായപ്പോഴാണ് തന്റെ പെറ്റമ്മയും അവർ തന്നെ ഉപേക്ഷിച്ച കടന്നു പോയിട്ടുണ്ടാകാവുന്ന സാഹചര്യങ്ങളും മനസ്സിൽ വൈകാരികമായി നിറഞ്ഞതെന്നും പറയുന്നു നിഷ. അങ്ങനെയാണ് വീണ്ടും പഴയ ആ അനാഥാലയം പ്രവർത്തിച്ചിരുന്ന സെന്റ് തെരേസാസ് കോളേജ് മുറ്റത്തേക്ക് എത്തിയതും അമ്മയെ അറിയാൻ. ഇന്ന് നിഷയെ സഹായിക്കാൻ ആ പഴയ തലമുറയിൽപ്പെട്ടവർ ആരും ഇവിടെയില്ല. അന്നുണ്ടായിരുന്ന സിസ്റ്റർ ബ്രിജിറ്റ് കോട്ടയം NSI കോൺവെന്റിൽ വിശ്രമ ജീവിതത്തിലാണ്. 80 വയസ്സുള്ള സിസ്റ്ററെ സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് ബന്ധപ്പെട്ടെങ്കിലും അക്കാലം ഓർമ്മയിലെ മറവിലാണ്. പക്ഷേ അമ്മ എന്ന വികാരത്തോളം മറ്റൊന്നില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആ അമ്മ അറിഞ്ഞെങ്കിലെന്ന ആഗ്രഹമാണ്. ഇക്കാണുന്ന തന്നെ, അല്ലെങ്കിൽ ആ പഴയ ഫോട്ടോ, അത് ആ പെറ്റമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ എന്ന് ചോദിക്കുകയാണ് നിഷ. Actually, I want to speak to her about how did she feel about it. That's also very important for me, because maybe she don't know that I was in Belgium. Some mothers don't know where their children are, so that's really important also for me, like to let my family know that I'm here, that I still exist. തന്നെ ഉപേക്ഷിച്ച കാലത്തെ അതേ കാരണങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും ഒരു സ്ത്രീ നേരിടുന്ന സമൂഹത്തെ മുൻനിർത്തി നിഷ പറയുന്നു.